ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോഴെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ഷിപ്പ് കൊച്ചിയിൽ നിന്ന് വിട്ടതിന് ശേഷം നല്ല കാറ്റ്, മഴ, അതുപോലെ തന്നെ കടൽ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരുപാട് വെളിയിലോട്ടിറങ്ങി നിന്ന് ഒന്നും നോക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ നമുക്കത് അറിയുന്നുണ്ടായിരുന്നു. കാര്യം ചെറിയ കുലുക്കോ അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു ഷിപ്പിൽ. എന്തായാലും ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കാറ്റും മഴയും ഉണ്ടെങ്കിലും കാറ്റും നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ ചാറ്റ മഴയും ഉണ്ട്. കാറ്റിനനുസരിച്ച് തന്നെ കടൽ കുറച്ച് ശാന്തമായിട്ട് കിടക്കുവാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോഴെന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു ഐലൻഡിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലക്ഷദ്വീപ് സമൂഹത്തിലൊരു 10-32ഓളം ഐലൻഡുകളുണ്ട്. എങ്കിലും അതിൽ ജനവാസമുള്ളതെന്ന് പറയാൻ 8-9 ഐലൻഡുകളേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു ഐലൻഡാണ്, ജനവാസമുള്ളൊരു ഐലൻഡാണ് ഇത്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന മിനിക്കോയ് എന്ന് പറയുന്നൊരു ഐലൻഡാണ്. അപ്പോൾ വളരെ ചെറിയൊരു ഐലൻഡാണ്. 4-5 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്നൊരു ഐലൻഡാണ്. അപ്പോൾ 10-11,000-13,000 എങ്ങാണ്ട് ജനസംഖ്യ ഉണ്ടെന്ന് പറയുന്നു ഇവിടെ. പിന്നെ ഇവർക്ക് തനിയെ ഒരു ഭാഷയും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ദ്വീപുകളിലൊക്കെ മാക്സിമം മലയാളവും ഒക്കെയാണ് സംസാരിക്കുന്നത്, മിക്സ് ചെയ്ത്. ഇവിടെ മലയാളമല്ല, ഇവിടെ അവർക്ക് തനിയെ ഒരു ഭാഷയുണ്ട്. അപ്പോഴത് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ മിനിക്കോയിലെ ഭാഷ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണം. അപ്പോൾ എന്തായാലും ഷിപ്പ് ജെട്ടിയോട് അടുപ്പിച്ചിട്ടുണ്ട്, തിരക്ക് നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഒരു 5-6 മണിക്കൂർ ഇവിടെ കിടക്കുമെന്നാണ് പറയുന്നത്. കാര്യം ഒരുപാട് സാധനങ്ങൾ, ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ അൺലോഡ് ചെയ്ത് വരുമ്പോഴേ ഏതാണ്ടൊരു 5 മണിക്കൂറോളം ആകും. അപ്പോൾ അത് കഴിഞ്ഞായിരിക്കും പിന്നെ ബോർഡിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് ആൾക്കാർക്ക് കൊച്ചിയിലോട്ട് പോകാനോ ബാക്കി ഐലൻഡുകൾക്ക് പോകാനുള്ള ആൾക്കാരൊക്കെ ബോർഡിങ്ങൊക്കെ ആ സമയത്തായിരിക്കും ഇത് കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഒരുപാട് ഇവിടുത്തെ പരമ്പരാഗതമായ ഡ്രസ്സുകളൊക്കെയാണെന്ന് തോന്നുന്നു, അതൊക്കെ ഇട്ട് വളരെ ഭംഗിയുണ്ട്. പെണ്ണുങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഒരുപാട്. അപ്പോൾ ആരെയോ വെൽക്കം ചെയ്യാൻ ഏതോ VIP വരുന്നുണ്ട്. അപ്പോൾ കൊടികളൊക്കെ കണ്ടിട്ട് രാഷ്ട്രീയ പാർട്ടി ഏത് MLA MP ഒക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ അത് കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. കാര്യം ആ ഡ്രസ്സിങ്ങൊക്കെ കാണാൻ തന്നെ വളരെ രസമുള്ളൊരു എന്തോന്നാണ്. അത് ഐലൻഡ് പോലെ തന്നെ രസമാണ് അവരുടെ ആ ഡ്രസ്സിങ്ങും എല്ലാം. പിന്നെ വളരെ പ്രത്യേകതയുള്ളൊരു ദ്വീപ് കൂടിയാണിത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിക്കോയിൽ സ്ത്രീകൾക്കാണ് മുൻതൂക്കം. അപ്പോൾ സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള ഒരു ഐലൻഡ് കൂടിയാണിത്. അപ്പോൾ ഈ VIP ഏതാ വെൽക്കം ചെയ്യാൻ വന്ന് നിൽക്കുന്നതിൽ കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. അപ്പോഴെല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ സ്ത്രീകളാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അവരുടെ ഏതോ ഒരു പരമ്പരാഗതമായ ഒരു ഡാൻസ് തന്നെയാണ്. അപ്പോൾ വളരെ മനോഹരമുണ്ട്, കുടവൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ VIP അവർ വെൽക്കം ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിരുന്നു. നമുക്കും ഒരുപാട് സമയം ടൈം പാസ്സായി. കപ്പലിൻ്റെ മേളിൽ നിന്ന് നമുക്ക് താഴോട്ട് എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു.